ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ, നോമ്പിൻ്റെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും തരിക, കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് സംസാരങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് നമ്മളെ വീഡിയോസ് അങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പം വെറും ഞാൻ ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് നോമ്പ് ഇവിടെ എത്താനായിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ തന്നെ ബറാത്തും കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ബറാത്ത് നോമ്പ് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾക്ക് ബറാത്ത് രാവ് വരുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് മോളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ജനലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളിപ്പോഴത്തെ റോഡ് തന്നെയാണല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ അങ്ങനെ പോകുമ്പം വല്ലാണ്ട് പൊടി കയറുന്ന സ്ഥലം നമ്മളെ ജനൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്താ വെച്ചാൽ സ്വിച്ച് ബോർഡ് വൈറ്റ് ആയ കാരണം ഉണ്ടല്ലോ, ചളി പെട്ടെന്ന് പിടിച്ചത് കാണാൻ കഴിയും കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ എങ്ങനെ പെട്ടെന്ന് ചളി, ഞാൻ തന്നെ ഇത് സ്വിച്ച് ഇടുമ്പോഴെല്ലാം ചെളിയുള്ള കൈ കൊണ്ടോ അല്ലാണ്ടോ ഒന്നും വന്നിടലില്ല കേട്ടോ. പക്ഷെ ബാക്കി എല്ലാവരും ഇടുന്ന സമയത്ത് അവരത്ര ശ്രദ്ധിക്കൂലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കയ്യിലൊക്കെ, ഇങ്ങനെ എന്തെങ്കിലും വൈറ്റായ കാരണം പെട്ടെന്ന് അവമ്മൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും റൂമിലും ഞാൻ ഒന്ന് സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതുപോലെ ജനലും പൊടി പിടിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ തുടക്കൽ അടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാരണം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വാതിൽ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫാനും അതുപോലെ മുകളിൽ മാറാമല് തട്ടിത്തരലൊക്കെ അന്നും കുട്ടികൾ തട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പണികളൊക്കെ എനിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ മുകളിലത്തൊക്കെ അങ്ങ് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ താഴെ വന്ന് ഹോളിലെ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ ഞങ്ങളിപ്പം നിൽക്കുന്നത് കാരുടെ ജോലിയെല്ലാം ഞങ്ങൾ പൂനെയിലാണ് കേട്ടോ. അപ്പോൾ നിൽക്കുന്നത് അവിടെ തന്നെയാണ്. നാട്ടിൽ നമ്മൾ ഇവിടെയാണ്, കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് തലശ്ശേരിയിലാണ്. അപ്പോൾ ഇതാ പിന്നെ ഞാനിതാ ജനലൊക്കെ ഒന്ന് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ നല്ലോണം പൊടി കയറും കേട്ടോ. എന്താ വെച്ചാൽ അവിടെ തന്നെയാണല്ലോ റോഡും കൂടിയിട്ട്, അപ്പോൾ നല്ല പൊടിയാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിനെ പറ്റി ഒന്ന് പറയാം കേട്ടോ. എനിക്ക് ഈ ചാനലല്ലാണ്ട് 31 ചാനലുണ്ടായിരുന്നു. അതും കൊറോണ സമയത്തായിരുന്നു ആദ്യമായിട്ട് ചാനൽ തുറന്നത് കേട്ടോ. പക്ഷേ ചാനൽ തുറന്നത് മോനായിരുന്നു. എൻ്റെ ഫോണിൽ തുറന്നു. അങ്ങനെ പിന്നെ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ആദ്യം ഞാൻ ഇട്ടു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു എന്താണ് പാസ്വേഡ് ചാനലിൻ്റെ, എങ്ങനെയാണ് അവൻ തുറന്നിട്ടുള്ളത് എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അവനൊരു ചാനൽ തുറന്നു തന്നു. അതിൽ ഞാൻ എൻ്റെ കേറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടു. പിന്നെ കുറച്ച് വീഡിയോസ് പിന്നെ കുക്കിങ്ങിൻ്റെ ഇട്ടു. പിന്നെ തിരക്കായി നോക്കുമ്പോൾ പിന്നെ അതിൽ വീഡിയോസൊക്കെ ഇടാണ്ടായി. പിന്നെ ഞാൻ നല്ലോണം അതിൽ ശ്രദ്ധിച്ചിട്ട് എല്ലാം ആദ്യമൊന്നും യൂട്യൂബിനെ പറ്റിയിട്ടൊന്നും അറിയില്ലേനെ. ഇങ്ങനെ തുറക്കണ സമയത്തൊന്നും അറിയില്ലേനു. പിന്നെ 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 ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ നല്ലോണം അതിൽ വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ. പക്ഷേ എന്താ പറ്റിയ വെച്ചാൽ എൻ്റെ ഫോണ് കേട് വന്നു നോക്കുമ്പോൾ അതൊട്ടും ശരിയാക്കാൻ പറ്റാണ്ടായി കേട്ടോ. അപ്പോൾ ഒട്ടും ശരിയാക്കാൻ പറ്റാണ്ടായി ഞാൻ പിന്നെ പുതിയ ഫോൺ എടുത്തു. പക്ഷേ എനിക്ക് എൻ്റെ ചാനലിൻ്റെ പാസ്വേഡോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി. മോന് വെച്ചാൽ അന്ന് തുറന്നതായിരുന്നു. അവൻ 9ാം ക്ലാസ്സിലായിട്ടുള്ളപ്പോഴാണ് അവന് ഇത് തുറന്നു തന്നത്. അവനക്കും ഓരോർമ്മയില്ല, എനിക്കൊരോർമ്മയില്ല. എന്താണ് പേര് മാത്രമാണ് നമുക്ക് ഓർമ്മ ഉള്ളൂ ചാനലിൻ്റെ. ബാക്കി അതിലൊരു പാസ്വേഡ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു പുതിയ ഫോണിലേക്ക് മാറ്റണം വെച്ചെങ്കിൽ ആ പാസ്വേഡും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് അതിൽ പിന്നെ വീഡിയോസ് ഇടാനാവുള്ളൂ. അങ്ങനെ പിന്നെ ഒട്ടും നന്നാവാത്ത തരത്തിൽ ഫോണായി. അപ്പോൾ പിന്നെ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല, അതിൻ്റെ പാസ്വേഡൊന്നും. അപ്പോഴാണ് ഞാൻ പിന്നെ ഈ പുതിയ ഫോണിൽ ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ, എൻ്റെ ആദ്യത്തെ ചാനൽ ഇങ്ങനെ ആയതിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ചാനൽ ഇപ്പോൾ പുതിയ ഫോണിൽ തുടങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ പാസ്വേഡ് ഞാൻ എഴുതി വെച്ചു കേട്ടോ, മറക്കരുത് വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചു. എന്താ വെച്ചാൽ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റരുതല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റോർ റൂം ഒന്ന് ക്ലീനാക്കി, പിന്നെ അതിലേക്ക് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഉണ്ടല്ലോ, ഒരു ദിവസം തന്നെ നിന്നിട്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്തതല്ല കേട്ടോ. ഞാൻ ഒരു 3 ദിവസം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എന്തെങ്കിലും ചെയ്യാനോ പുറത്ത് പോകാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരുപാട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ഫുള്ള് കഴിയാനായിട്ട് എനിക്ക് 3 ദിവസം എടുത്തു കേട്ടോ. നമ്മളെല്ലാ ദിവസവും വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നോമ്പും പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരു വലിയൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മളെന്താ പറയുക, എല്ലാം ക്ലീൻ ചെയ്താൽ നമുക്ക് മനസ്സിനൊരു സമാധാനം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഉഷാറാണ് എല്ലാത്തിനും. അപ്പോഴുണ്ടല്ലോ നമുക്ക് ബറാത്തിൻ്റെ നോമ്പ് വെള്ളിയാഴ്ച കേട്ടോ. നാട്ടിൽ ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ചയാണ് നമുക്ക് ബറാത്ത് രാവാവുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഇവിടെ ഒന്നും പിന്നെ നമ്മൾ ദിവസം അങ്ങ് കൈ തട്ടാത്ത സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ദിവസം കൈ തട്ടുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അപ്പോൾ അതൊന്നും ഞാൻ അങ്ങ് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പം ഞാൻ ജനലാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതോടെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് തരിക, ലൈക്കും തരിക, കമൻറ്റും കൂടി തരിക കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ സിംബ കണ്ടില്ലേ, പാവം മക്കളെ. എൻ്റെ മോന് ഞാൻ ക്ലീൻ ചെയ്യുന്നവരെ എൻ്റെ ഇടയിൽ തന്നെ താഴെ കിടന്നു കേട്ടോ. കാരണം എൻ്റെ മോനുണ്ടല്ലോ, മോനിങ്ങ് താഴെ വന്ന് കുറേ നേരം ഇരുന്നിട്ടോ. എന്നിട്ട് പിന്നെ എന്നെ കാണാണ്ടായപ്പോൾ എൻ്റെ മോന് അവിടെ തന്നെ കിടന്നുറങ്ങി. എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു, താഴെയായിരുന്നു എല്ലാ പണിയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഉറക്കത്തില്ല കേട്ടോ.